Hello everyone, welcome back to another video of Literature Academy. നമ്മുടെ കഴിഞ്ഞ സെറ്റ് എക്സാമിൻ്റെ റിസൾട്ട് എല്ലാവരും കാത്തിരിക്കുകയാണെന്നറിയാം. ഈ ഒരു വീഡിയോ ചെയ്യുന്നതും അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ്. കാരണം നമ്മുടെ ഒരുപാട് സ്റ്റുഡൻസ് നമ്മുടെ കോഴ്സിലുള്ളവരാണെങ്കിലും യൂട്യൂബ് കമ്മ്യൂണിറ്റിയിലെ ആളുകളാണെങ്കിലും ഒക്കെ ചോദിക്കുന്നുണ്ട് റിസൾട്ട് എപ്പോഴായിരിക്കും. ഇപ്പോൾ കഴിഞ്ഞ സെറ്റ് എക്സാം നമ്മുടെ ഫെബ്രുവരി 2-ാം തീയതിയാണ് 2025 ആദ്യത്തെ സെഷൻ എക്സാം കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ ആൻസർ കീ ഒക്കെ നോക്കി മാർക്കും ഒക്കെ ഏകദേശം കണക്ക് കൂട്ടി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇനി നിങ്ങൾക്ക് റിസൾട്ട് അറിയാനുള്ള ആകാംക്ഷയിലായിരിക്കും എന്നറിയാം. അപ്പോൾ നമുക്ക് നിലവിൽ പറയുകയാണെങ്കിൽ ഒരു മാസം എന്നുള്ള ഒരു സാധാരണ കാലാവധിയാണ് സെറ്റ് എക്സാമിൻ്റെ റിസൾട്ട് വരാൻ LBS എടുക്കാറുള്ളത്. അപ്പോൾ അത് കൃത്യമായിട്ട് ഒരു മാസം തന്നെ ആവണമെന്നില്ല, കുറച്ച് ദിവസങ്ങൾ അധികമോ അല്ലെങ്കിൽ അതിന് മുന്നെയോ വരാം. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ടെൻറ്റേറ്റീവായിട്ട് ഇപ്പോൾ ഫെബ്രുവരി 2-ന് എക്സാം നടന്ന സ്ഥിതിക്ക് മാർച്ച് 2 എന്നൊരു തീയതി നമുക്ക് പറയാൻ പറ്റും. പക്ഷേ അത് ടെൻറ്റേറ്റീവായിട്ടുള്ളൊരു തീയതിയാണ്. ഇപ്പോൾ മാർച്ച് 2 എന്ന് പറയുമ്പോൾ മാർച്ച് 2-ന് ശേഷമുള്ള ആഴ്ചയിലെ ഏതെങ്കിലും ദിവസമാവാം. അപ്പോൾ എങ്ങനെ പോയാലും മാർച്ച് മാസം തീരുന്നതിന് മുന്നേ തന്നെ വരും. ഇപ്പോൾ ഒരു മാസം അല്ലെങ്കിൽ ഒരു മാസത്തോട് ചേർന്നിട്ടുള്ള ഏതെങ്കിലും ഒരു ദിവസത്തിലാണ് എപ്പോഴും റിസൾട്ട് അവർ പബ്ലിഷ് ചെയ്യാറുള്ളത്. നമ്മളീ പറയുന്നത് മുൻ വർഷങ്ങളിലെ മാതൃക അനുസരിച്ചിട്ടാണ്. അപ്പോൾ നിലവിലെ അതേ മാതൃക തന്നെ പിന്തുടരും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാർച്ച് 2-ന് ശേഷമുള്ള ഏതെങ്കിലും ദിവസം, മാർച്ച് കഴിയുന്നതിന് മുന്നേ തന്നെ റിസൾട്ട് വരാൻ ഉള്ള സാധ്യതകളെല്ലാം ഉണ്ട്. ആ രീതിയിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങളുടെ പ്ലാനുകൾ ചെയ്യുക. ഒന്നാമത്തെ കാര്യം നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ നിങ്ങളുടെ മാർക്കിനെ പറ്റി ഒരു ധാരണയുണ്ടാവും. അപ്പോൾ കിട്ടാൻ നിങ്ങൾക്ക് സാധ്യതയുണ്ടെങ്കിൽ, സെറ്റ് എക്സാം ക്വാളിഫൈ ചെയ്യാൻ നിങ്ങൾ സാധ്യതയുണ്ടെങ്കിൽ നിങ്ങൾ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. റിസൾട്ട് വന്നതിന് ശേഷം മാത്രം അടുത്ത എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ക്വാളിഫൈ ചെയ്യാൻ പറ്റട്ടെ. ഇനി നിങ്ങൾ ചിലർക്കെങ്കിലും ഒരുപക്ഷെ വേണ്ട രീതിയിൽ തയ്യാറെടുത്ത് എക്സാം അറ്റൻഡ് ചെയ്യാൻ സാധിക്കാതെ വന്നതുകൊണ്ട് ഇപ്പോൾ തന്നെ നിങ്ങളുടെ മാർക്ക് വളരെ കുറവാണെന്നും ക്വാളിഫൈ ചെയ്യാൻ സാധ്യതയില്ല എന്നും മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർ സമയം കളയാതെ ഇപ്പോൾ തന്നെ അടുത്ത സെറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. കാരണം റിസൾട്ടിന് ഒരു മാസം കാലാവധിയുണ്ട്. അപ്പോൾ അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് നിങ്ങൾ മണ്ടത്തരമായിരിക്കും. അത് നിങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല. മറിച്ച് ആ ഒരു മാസം കൂടി നിങ്ങളുടെ പഠനം ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യുക. സെറ്റ് എക്സാം എന്ന് പറയുന്നത് വളരെ ലോങ് ആയിട്ടുള്ള ഒരു എന്താ പറയുക, അതിൻ്റെ സിലബസ് എന്ന് പറയുന്നത് വളരെ ലോങ് ആണ്. അപ്പോൾ ആ സിലബസിനനുസരിച്ച് കൃത്യമായിട്ട് നിങ്ങൾ തുടക്കത്തിൽ തന്നെ, അപ്പോൾ അടുത്ത 6 മാസം എന്ന് പറയുമ്പോൾ തുടക്കത്തിൽ തന്നെ അതിനനുസരിച്ച് പഠനം മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ നിങ്ങൾക്ക് ഏറ്റവും നല്ല റിസൾട്ട് കാഴ്ചവെക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇപ്പോൾ തന്നെ പഠനം സ്റ്റാർട്ട് ചെയ്യുക, സിലബസിനനുസരിച്ചുള്ള വായന നടക്കുക, പിന്നീട് കൃത്യമായിട്ടുള്ള റിവിഷനും ഒക്കെ കൊണ്ടുപോവുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് മുന്നോട്ട് പോവാം. നിങ്ങൾക്ക് സെൽഫ് സ്റ്റഡിയാണ് താല്പര്യം ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാവുന്നതാണ്. നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള മെറ്റീരിയലൊക്കെ വെച്ച് നിങ്ങൾക്ക് പഠിക്കാം. ഞങ്ങളുടെ സഹായം ആവശ്യമുണ്ടെങ്കിൽ, സംശയങ്ങളുണ്ടെങ്കിലൊക്കെ കോൺടാക്റ്റ് ചെയ്യാം. ഇനി അങ്ങനെയല്ല, നിങ്ങൾക്കൊരു ഇൻസ്ട്രക്ടറുടെ, ഒരു കോച്ചിങ് അക്കാഡമിയുടെ സഹായം വേണം എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായി ഞങ്ങളെ സമീപിക്കാവുന്നതാണ്. ഞങ്ങളുടെ റെഗുലർ കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. കുട്ടികൾ ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ റെഗുലർ കോഴ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് മുഴുവൻ സിലബസും കവർ ചെയ്യുന്ന PDF മെറ്റീരിയൽ, വീഡിയോ ക്ലാസ്സുകൾ, 10 വർഷത്തിലധികം വരുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ്, ഓരോ യൂണിറ്റിനും സെപ്പറേറ്റ് ആയിട്ടുള്ള യൂണിറ്റ് എക്സാമുകൾ, മോഡൽ എക്സാം അടക്കമുള്ള സൗകര്യങ്ങൾ നമ്മുടെ കോഴ്സിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യുക. കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ലഭ്യമാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.